ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കിളിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തേങ്ങ അരച്ചിട്ട് കിളിമീൻ വെക്കാൻ വേണ്ടി പോവാം. പുയ്യാപ്പിള എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. കിളിമീൻ എന്ന് പറഞ്ഞത് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കിളിമീൻ പറഞ്ഞതാണ്. ഞങ്ങളിവിടെ പുയ്യാപ്പിള എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോ സ്കിപ്പായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വൈഫൈ ഇടയ്ക്കിടയെ കംപ്ലൈൻ്റ് ആയിട്ട് വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് അവർ വന്നിട്ട് അവർ കറക്റ്റ് ടൈമിൽ അവർ റെഡിയാക്കാൻ വന്നു. അപ്പോൾ അവരവിടെ ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ലെന്ന് വെച്ചിട്ട് ഞാൻ സമയം ലേറ്റായി. അപ്പോൾ അവർ പോകാൻ വെയിറ്റ് ചെയ്താൽ കറി ആവാൻ ലേറ്റാവും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. തക്കാളിയും ഒരു 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ളു കുരുമുളക്, ഇച്ചിരി മുളക് പൊടി. അപ്പോൾ ഇനി പുളിയുണ്ട്, പുളി കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ടേ. പുളി ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വിചാരിക്കണ കറി വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ കാണിക്കണമെന്നല്ലേ? അല്ല, ഇതാണ് കേസ്. കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അധികം വെള്ളം ചേർക്കണ്ട. എന്താണെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്ന് വേവുന്നൊരു മീനാണ് കിളിമീൻ. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചെടുക്കാം. ഒരു മഴ വന്നപ്പോൾ. അപ്പോൾ അതവിടെ നിന്ന് ആവുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊക്കെ ചിരകി അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരക്കുമ്പോൾ എന്ന് വെച്ചാൽ തേങ്ങയിൽ ഇച്ചിരി ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അരച്ചെടുക്കുക ചെയ്യാം. വലിയ കാര്യമായിട്ടൊന്നും അത് അരച്ചെടുത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അപ്പോഴത്തേക്കും നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വയ്ക്കാം. അത് വേവട്ടെ. വലിയ ടൈമൊന്നും വേണ്ട. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി വെക്കാം. ചിരകി എടുക്കട്ടെ, വരാം. അപ്പോൾ തേങ്ങ ചിരകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. സൺഡേ ആയിട്ട് ലൈവ് വരണമെന്നൊക്കെ വിചാരിച്ചത്. ഇനിയിപ്പോൾ ഇതൊക്കെ ആയിട്ട് എപ്പോഴാണോ എന്തോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നുള്ള് ജീരകം. നല്ല മത്തിയൊക്കെ ആണെങ്കിൽ നല്ല മോര വെച്ചിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മഞ്ഞൾ, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചതൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം റെഡി ആയിട്ടുണ്ട്. അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരപ്പ് ഇവിടെ റെഡി ആയിട്ടാ. അപ്പോൾ കറി ആയില്ല. കറി കുറച്ചൊന്ന് വെന്തിട്ടെ. അപ്പോൾ നമുക്ക് നമുക്ക് തേങ്ങയൊക്കെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് കറിയൊക്കെ എടുക്കാം. എന്തുവാ പറയണല്ലേ? ഭ്രാന്തായോ കർത്താവേ, ഈ കൊച്ചിന് ഭ്രാന്തായി.
അപ്പോൾ ബാക്കിയുള്ള മീനാണിത്. കറി വയ്ക്കാൻ എടുത്തിട്ട് ബാക്കിയുള്ളത് അത് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു. മുറിച്ച് വെച്ചപ്പോൾ ഉപ്പിട്ട് വെക്കുമല്ലോ മീൻ ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾ, എല്ലാം എളുപ്പപ്പണിയാണേ, വേറൊന്നും അലങ്കാര പണികളൊന്നുമില്ല. ഇവിടുന്ന് ഒരു ചുമ പറ്റുന്നത് മഞ്ഞൾ, ഇച്ചിരി കുരുമുളക്, മുളക് പൊടി. കൈ മുറിഞ്ഞിട്ടുണ്ട്, അപ്പോൾ എങ്ങനെ അത് മിക്സ് ചെയ്യണമല്ലോ. കൈ ഒന്ന് കിളിമീൻ ഫ്രൈ നല്ല ടേസ്റ്റാണ്. നമ്മുടെ അയിലേനെക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റാണ് കിളിമീൻ. കറി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ മീനൊക്കെ പൊരിക്കാൻ, മീനും ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിലാണ് ഉപയോഗിക്കാറ് കേട്ടോ, വെളിച്ചെണ്ണ എടുക്കാറില്ല. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ എടുത്ത് വെച്ച് കൊടുക്കാം. ഇതൊക്കെ എന്തിനാ പറയണേ അല്ലേ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്കും അറിയാത്തേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ സ്റ്റൗവിന് എന്തോ ഒരു ശരിയല്ല തോന്നുന്നു. എണ്ണയെല്ലാം അങ്ങോട്ട് പോവാം പറഞ്ഞേക്കാണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. എന്തെന്നാന്നല്ലേ എപ്പോൾ നോക്കിയാലും ഒരു പാട്ട് കേൾക്കാൻ കൊള്ളാമെങ്കിൽ പിന്നെയും കൊള്ളൂല്ല. ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ട്, അടിക്ക് ഇട്ടിപ്പോയിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കിളിമീൻ്റെ മുള്ള് മാത്രം ബാക്കിയുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഓരോരാൾക്കാർ കാണാൻ തക്കാളിക്ക് ഇട്ടിട്ട് അത് വെന്ത് കഴിഞ്ഞ ശേഷം മാത്രമേ മീൻ ഇടുള്ളൂ. മീനൊന്നും തിളക്കുമ്പോൾ വേകുന്ന മീനാണ്. ഒന്ന് ലൂസാക്കണ്ടേ, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയാകുന്നുണ്ട്, കറി ഇവിടെ റെഡിയാകുന്നുണ്ട്. ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കണ്ടേ. പൊരിഞ്ഞു പോയ ടേസ്റ്റ്, ഓവർ പൊരിഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കറി ഏകദേശം
റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണ്ടേ, പാകം നോക്കണ്ടേ? ഈ കറി വെക്കുമ്പം തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, കുറേ കഴിഞ്ഞ് ലാസ്റ്റ് തക്കാളി ഉള്ളിയൊക്കെ വേവിച്ചതിന് ശേഷം മസാലയൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ മാത്രം മീനിടുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഇട്ടാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റില്ലേ, അത് നമുക്ക് ആ കറിയിലോട്ട് കിട്ടൂല. ഇപ്പം നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കറിയിലേക്ക് ഇറങ്ങി അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് വിചാരിക്കും സ്വന്തമായിട്ട് കറി ഉണ്ടാക്കി സ്വന്തമായിട്ട് അഭിപ്രായം പറയണത്. കുഴപ്പമില്ല കേട്ടോ, എനിക്ക് കറി വയ്ക്കാൻ അറിയാം, എനിക്കും കറി വയ്ക്കാൻ അറിയാം. അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. മീൻ ഇവിടെ ഓഫ് ചെയ്യാട്ടോ, ഇനി ഞാൻ ചൂടിന് മാറ്റി വന്നോളൂ. അയ്യോ വെളിച്ചെണ്ണ തീർന്നു ഗൈസ്. ഇതിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വേറെ പാത്രത്തിലാക്കി വയ്ക്കാറ്, അപ്പം അതിൽ തീർന്നു. ഇതിലിപ്പം ഇത്രയേ ഉള്ളൂ, നാളേക്ക് ഇനി പോയിട്ട് വാങ്ങിക്കണം. എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്തിനെ കണ്ടു വേണ്ട കടുവല്ല കേട്ടോ, ഉള്ളി. ഞാൻ ഉള്ളി അത് പറഞ്ഞതല്ലോ, ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയാണ് കറിയിൽ കാച്ചി വയ്ക്കാൻ പാടില്ല. നേരത്തെ മുടി ഒരു ശരിയില്ല അല്ലേ, മാറ്റി പഠിക്കാൻ മതി. കറിവേപ്പില ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ, അത് മറന്നുപോയി ഞാൻ. ഉതിർത്തിടുക, അല്ലാണ്ട് ഇട്ടാൽ കഴിക്കൂല. കറിവേപ്പിലൊക്കെ ശരീരത്തിന് നല്ല സാധനങ്ങളാണ്. അങ്ങനെ തന്നെ വെച്ചാൽ അങ്ങനെ തന്നെ എടുത്ത് കളയും. ഉതിർത്തിട്ടാൽ ഓരോ വലിയാവുമ്പോൾ ചിലപ്പോൾ ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചോളും. സൗണ്ട് വന്നില്ല അല്ലേ? പോകല്ലേ. നമ്മളെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് കേട്ടോ, കറി ഇങ്ങനെ ആ ചട്ടിയിൽ കോരി ഒഴിക്കുമ്പോൾ ഇല്ല ഒരു മണം ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ ഗൈസ്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി, മീൻ പൊരിച്ചതും റെഡിയായി. അപ്പോൾ എല്ലാം സെറ്റായി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറി റെഡിയായി കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ വിജയം. ഓക്കെ, ബൈ.